ഹായ് ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ ഉള്ള നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ വീഡിയോ ചെയ്യേണ്ട ഒരു മെയിൻ കാരണം ഈ തിരക്ക് കണ്ടില്ലേ. ഈ തിരക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല. ഞാൻ അങ്ങനെ പറയാം. തിരക്ക് വേറെ ഒന്നുമല്ല, നമ്മുടെ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുക്കേണ്ട തിരക്കാണ്. നമ്മുടെ പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമാണ്. നമുക്ക് ഈ അൺറിസർവ്ഡ് ടിക്കറ്റ് നമുക്കൊരു ഫോണിലൂടെ തന്നെ എടുക്കാൻ പറ്റും. അതെങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോടെ കാണിച്ചുതരാം. ഞാൻ ഈ പറയുന്ന കാര്യം കുറച്ച് പേർക്കെങ്കിൽ അറിയായിരിക്കും. അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്കറിയാലോ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ തന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ലേറ്റ് ആവും, അല്ലെങ്കിൽ ബ്ലോക്ക് കാരണം എത്തിപ്പെടാൻ ലേറ്റ് ആവും. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണ്. നമുക്ക് ഈ റെയിൽവേ എന്നൊരു ആപ്പാണ്. ഇതിൽ നമുക്ക് അൺറിസർവ്ഡ് ടിക്കറ്റ് എടുക്കാം, പിന്നെ പ്ലാറ്റ്ഫോം എടുക്കാം, പിന്നെ തക്കാലം പിന്നെ ബുക്കിംഗ് സാധാരണ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അൺറിസർവ്ഡ് ടിക്കറ്റ് എങ്ങനെ എടുക്കുന്നത് പറഞ്ഞുതരാം. നമുക്ക് ഈ അൺറിസർവ്ഡ് ടിക്കറ്റ് രണ്ട് രീതിയിൽ എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ട്രാവലിലാണെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റില്ല നമുക്കൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു സ്റ്റേഷൻ പരിധി ഉണ്ടാവും, ഇത്ര ഡിസ്റ്റൻസിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് നമുക്ക് റെയിൽവേയിൽ തന്നെ നമുക്കൊരു QR കോഡ് ഉണ്ടാവും നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ആ QR കോഡ് യൂസ് ചെയ്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഈ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ആപ്പിൽ കയറുക, അൺറിസർവ്ഡ് ഓപ്ഷൻ എടുക്കുമ്പോൾ തന്നെ അപ്ലിക്കേഷൻ ഉണ്ടാവും, അതെടുക്കുക, ആ QR കോഡ് സ്കാൻ ചെയ്യുക. നമ്മൾ എവിടെയാണോ പോവേണ്ട ആ ഡെസ്റ്റിനേഷൻ നമുക്ക് താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ടിക്കറ്റ് അപ്പോൾ തന്നെ നമുക്ക് ബുക്കായി കിട്ടും.